ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ഹൊറർ മൂവി ആയാലോ? ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ് കേട്ടോ. ഈ പൊതുവിലെ ഈ ഇന്തോനേഷ്യക്കാരുടെ പ്രേതങ്ങൾക്കൊക്കെ ഒരേ ലുക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഗേസ്. നിങ്ങൾക്കോ? അതൊക്കെ നമ്മുടെ കള്ളിങ്കാട്ട് നീലി, നാഗവല്ലി, റോസി തുടങ്ങി പ്രേതം വരെ ഇവിടെ എത്തി. ഓക്കെ ഫ്രണ്ട്സ്, സമയം കളയാതെ നമുക്ക് മൂവിയിലേക്ക് കിടക്കാം. സുലൈമാൻ ഒരു ഏലത്തോട്ടത്തിലൂടെ നടക്കുവാണ് കേട്ടോ. അവൻ ശൂളം അടിച്ചാണ് നടക്കുന്നത്. അവൻ കാര്യമായിട്ട് എന്തോ തിരിയുന്നുമുണ്ട്. സംഭവം അവൻ ഒരു പ്രത്യേകതരം പക്ഷിയെ പിടിക്കാനാണ് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി നടക്കുന്നത്. അവസാനം ആ പക്ഷിയെ അവൻ കണ്ടു. സുലൈമാൻ സൗണ്ട് ഉണ്ടാക്കാതെ പതുക്കെ ചെന്ന് അതിനെ പിടികൂടി. എന്നിട്ട് ആ സന്തോഷ വാർത്ത അവൻ ഉടനെ തന്നെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു. മോളെ, നമ്മൾ അന്വേഷിച്ച് നടന്ന സാധനം കിട്ടിയിട്ടുണ്ട്. നീ പെട്ടെന്ന് തന്നെ അതിന് വേണ്ട കൂട് റെഡിയാക്കിക്കോ. സംഭവം ഈ കിളിയെ പിടിച്ചത് വേറൊന്നിനുമല്ല കേട്ടോ. ഈ ഒരു പക്ഷിയെ വെച്ചിട്ട് ആ ഗ്രാമത്തിൽ പന്തയം നടത്താറുണ്ട്. അതിനു വേണ്ടിയിട്ടാണ്. അങ്ങനെ കോൾ കട്ട് ചെയ്ത് നടന്ന സുലൈമാന്റെ കാലിൽ ആരോ വലിച്ചു പിന്നിലേക്ക് കൊണ്ടുപോയി ഒരു അദൃശ്യ രൂപം. അവിടെ നിന്ന് സീൻ കട്ടായി നമ്മൾ കാണുന്നത് 13 വയസ്സുള്ള നമ്മുടെ ഇബുങ്ങിനെയാണ്. ഇബുങ്ങും ഫ്രണ്ട്സും സൈക്കിളിൽ അറ്റുകീറി എന്തിന്റെയോ പിറകെ പോകുവാണ്. സംഭവം മറ്റൊന്നുമല്ല, അവന്റെ പട്ടം കൈവിട്ടു പോയി. അതിനെ പിടിക്കാനുള്ള പോക്കാണ്. ഈ പട്ടം ചെന്ന് വീണത് നമ്മൾ നേരത്തെ കണ്ട ആ ഏലത്തോട്ടത്തിലാണ് കേട്ടോ. ഇബുങ്ങിന്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഇബുങ്ങെ വേണ്ട, ഇത് അത്ര പന്തിയുള്ള സ്ഥലമൊന്നുമല്ല, പ്രത്യേകിച്ച് സന്ധ്യ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാനേ പാടില്ല എന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇബുങ്ങ് പട്ടമില്ലാതെ തിരികെ വരില്ലെന്ന് മനസ്സിലാക്കിയ ആ കൂട്ടുകാരൻ അവന്റെ പട്ടം ഇബുങ്ങിന് കൊടുത്തു. എന്നിട്ട് 3 പേരും തിരികെ പോയി. സത്യം പറഞ്ഞാൽ അവിടെയുള്ള എല്ലാ വീട്ടിലും ഈ ഒരു പക്ഷിയെ വളർത്തുന്നത് കേട്ടോ. കൂടുതലും പന്തയത്തിന് തന്നെയാണ്. ഇബുങ് അവന്റെ അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും കൂടെയാണ് കേട്ടോ താമസിക്കുന്നത്. വീട്ടിലെത്തിയ ഇബുങ് അവന്റെ അപ്പൂപ്പൻ പന്തയത്തിനായുള്ള കിളിയെ അവന് കാണിച്ചു കൊടുത്തു. അതിന് അയാൾ അർജുന എന്നാണ് പേരിട്ടിരിക്കുന്നത്. സത്യത്തിൽ ഇത്തരത്തിലുള്ള പക്ഷികളെ ആകർഷിക്കാനായിട്ട് ഒരു പ്രത്യേകതരം സൗണ്ട് ഇവിടുത്തുകാർ ഉണ്ടാക്കാറുണ്ട്. അത് വെച്ചിട്ടാണ് സുലൈമാന് നേരത്തെ അതിനെ പിടിച്ചത്. ഇവിടെ അപ്പൂപ്പനും ഇബുങ്ങിന് അത് കേൾപ്പിച്ചു കൊടുക്കുവാണ്. എന്നാൽ ഇബുങ് ഈ ശൂളം അടിക്കുന്ന കേട്ട് അങ്ങോട്ടേക്ക് വന്ന അവന്റെ അമ്മൂമ്മ, നീ ഈ സന്ധ്യ സമയത്താണ് ശൂളം അടിക്കുന്നത്? നിനക്കറിയില്ലേ സന്ധ്യ കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന്? നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ എന്ന് ചോദിച്ചു അമ്മൂമ്മ അപ്പൂപ്പനും കൊടുത്തു. അവരുടെ ഒരു വിശ്വാസപ്രകാരം സന്ധ്യ കഴിഞ്ഞാൽ ശൂളമടി, പിന്നെ സന്ധ്യ സമയത്ത് കുളി, അതൊക്കെ പ്രേതങ്ങളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുമെന്നാണ്. ഇവിടെ സുലൈമാന്റെ വീട്ടിൽ അയാളുടെ ഭാര്യ ബ്ലഡൊക്കെ എന്തോ ഒരു കട്ടൻ ചായ പോലുള്ള ഒരു വെള്ളത്തിൽ കലക്കി കൊടുക്കുവാണ് അദ്ദേഹത്തിന്. സംഭവം അന്നത്തെ ആ ഒരു ഇൻസിഡന്റിന് ശേഷം സുലൈമാൻ തളർന്ന് കിടപ്പിലായി. ആ ഒരു ലേഡി അത്യാവശ്യം ബ്ലാക്ക് മാജിക് ഒക്കെ അറിയുന്ന ഒരാളുമാണ്. എങ്ങനെയെങ്കിലും തന്റെ ഭർത്താവിനെ എഴുന്നേൽപ്പിച്ച് നടത്തിക്കാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുവാണ് അവർ. നമുക്ക് ഇവളെ സുലേഖ എന്ന് വിളിക്കാം, കാരണം ഇവരുടെ ഇതിലെ ഒരു പേരൊക്കെ പറയുന്നതേ ടാസ്ക് ആണ് കേട്ടോ. അതുപോലെ തന്നെ അവിടെ ഇതുപോലത്തെ ദുർമന്ത്രവാദം ചെയ്യുന്ന മറ്റൊരു അപ്പൂപ്പനുമുണ്ട്. പുള്ളിക്കാരനാണെങ്കിൽ രാത്രി 2 പുകയൊക്കെ എടുത്ത് കാര്യമായിട്ട് എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുവാണ്. അപ്പോഴാണ് പുറത്ത് എന്തോ സൗണ്ട് കേട്ടത്. പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ആരുമില്ല. അയാൾ അകത്ത് കയറി കഥ കടച്ചതും അവിടെ അതാ മറ്റൊരു റൂമിൽ നിന്നൊരു സൗണ്ട്. ലേശം പേടിയില്ലാതെ പുള്ളിക്കാരൻ അങ്ങോട്ടേക്ക് വെച്ച് വിട്ടു. ആ ഒരു റൂം നിറയെ മറ്റേ ആ പന്തയത്തിനുള്ള പക്ഷി ഇടുന്ന കൂടാണ് കേട്ടോ. പക്ഷെ അതൊക്കെ കാലിയാണ്. പുള്ളിക്കാരൻ അവിടെയൊക്കെ നോക്കി പെട്ടെന്നാണ് ഇതെല്ലാം നമ്മുടെ സുലൈമാന് അറിയാൻ പറ്റുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ശരീരം മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. അദ്ദേഹത്തിന്റെ മനസ്സ് ഇപ്പോൾ ഏതോ ഒരു പ്രേത ലോകത്താണ് കേട്ടോ. എങ്ങനെയൊക്കെയോ അയാൾ അത് സുലേഖയോട് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പാവം പറ്റില്ലല്ലോ. ഇവിടെ രാത്രി ഇബുങ് ശൂളം അടിക്കുവാണ്. ഇത് കേട്ടതും അവന്റെ അമ്മമ്മ അപ്പൂപ്പനോട് പറഞ്ഞു, ദേ മനുഷ്യ, മര്യാദയ്ക്ക് ഞാൻ പറയുക, ആ ചെറുക്കനെ ഒന്ന് ഉപദേശിക്കണം, രാത്രി ശൂളം അടിക്കരുതെന്ന്. ആ ശരി ശരി, ഞാൻ അവനോട് പറഞ്ഞോളാം. നീ ആ കോട്ടിങ് എടുക്കുക, ഞാൻ പെട്രോളിങ്ങിന് പോയിട്ട് വരാം. രാത്രിയുള്ള നിങ്ങളുടെ ഈ സെക്യൂരിറ്റി പണിയൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? ഇത്രയും പ്രായമൊക്കെ ആയില്ലേ എന്ന് ചോദിച്ച അമ്മമ്മ അതിനും അപ്പൂപ്പനെ വഴക്ക് പറഞ്ഞു. ജോലിക്ക് പോകാൻ ഇറങ്ങുന്നതിന് മുൻപായി ഇബുങ്ങിന്റെ അടുത്ത് വന്നിട്ട്, മോനെ, ഇനി മുതൽ നീ രാത്രി ശൂളം അടിക്കരുത്, നീ നിന്റെ അമ്മമ്മ പറയുന്നത് കേൾക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ പക്ഷികളുടെ ആ ഒരു കോമ്പറ്റീഷന് കൊണ്ടുപോകും. ഇത് കേട്ടതും ചെക്കന് വലിയ സന്തോഷമായി. കൂടാതെ അപ്പൂപ്പൻ ഒരു കിളിയുടെ പോലുള്ള ടോയ് അവന് കൊടുത്തു. ഇത് എൻ്റെ കുഞ്ഞിലെ മുതലുള്ള ഒരു ടോയ് ആണ്. ഇതിന്റെ പിറകിലൂടെ ഇങ്ങനെ ഊതുമ്പോൾ സൗണ്ട് വരും. അത് കിട്ടിയത് ഇപ്പം പിന്നെ ഡബിൾ ഹാപ്പി. ഇതും പറഞ്ഞ അപ്പൂപ്പൻ പെട്രോളിങ്ങിന് പോയി. അപ്പോഴാണ് നേരത്തെ മരിച്ചില്ലേ ഒരാൾ, അയാളുടെ കാര്യം അപ്പൂപ്പൻ അറിഞ്ഞത്. രാത്രി ആയതുകൊണ്ട് തന്നെ അധികം ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം തന്നെ അയാളെ അടക്കം ചെയ്യാനുള്ള ശവപ്പെട്ടിയൊക്കെ കൊണ്ടുവന്ന് കർമ്മങ്ങളൊക്കെ ചെയ്യുവാണ്. ഇവിടെ അടുത്ത ദിവസം രാത്രി ഈ പുങ്ങിന് കഥകിൽ ആരോ കൊട്ടുന്ന സൗണ്ട് കേട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. ചിലപ്പോൾ അപ്പൂപ്പൻ ജോലി കഴിഞ്ഞ് വന്നതാകുമെന്ന് കരുതി അവൻ വാതിൽ തുറന്ന് അവിടെയൊക്കെ നോക്കി. അവിടെ അപ്പൂപ്പൻ ആ ഒരു പക്ഷിയെയും പിടിച്ചു നിൽക്കുവാണ്. അപ്പൂപ്പ എന്താ ഇവിടെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചെങ്കിലും അയാൾ അവനെ മൈൻഡ് പോലും ചെയ്യാതെ എന്തോ കാര്യമായിട്ട് സംഭവിച്ചതുപോലെ അകത്തേക്ക് കയറിപ്പോയി. പിറകെ പോയ അവൻ ബാത്റൂമിൽ എന്തോ സൗണ്ട് കേട്ട് അത് തുറന്നു നോക്കിയതും അവിടെ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അവന് ചെറിയ കട്ടിലിന്റെ അടുത്തേക്ക് വന്നതും അവരെയും അവിടെ കാണാനില്ല. പെട്ടെന്ന് കട്ടിലിന്റെ അടിയിൽ നിന്നൊരു കൈ വന്ന് അവന്റെ കാലിൽ പിടിച്ചു. അവൻ നോക്കിയതും അതാ കട്ടിലിന്റെ അടിയിൽ അമ്മമ്മ. മോനെ, പെട്ടെന്ന് കട്ടിലിന്റെ അടിയിലേക്ക്
നീ നേരത്തെ കണ്ടില്ലേ, അത് ഞാനല്ല. ഇബുങ്ങും അമ്മുമ്മയും പേടിച്ച് കട്ടിലിനടിയിൽ കിടക്കുവാണ്. അത് അമ്മുമ്മയുടെ പോലുള്ള 2 കാലുകൾ. ഇബുങ് ഇബുങ് എന്നും വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നു. ഇബുങ് പേടിച്ച് നിക്കറിൽ മുള്ളിയില്ലെന്നേ ഉള്ളൂ. പെട്ടെന്ന് അവൻ അമ്മുമ്മ എന്ന് വിളിച്ചതും പെട്ടെന്ന് അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. അവൻ കണ്ട സ്വപ്നമായിരുന്നു അത്. ഇതേ സമയം കഴിഞ്ഞ ദിവസം മരിച്ചില്ലേ, അയാളുടെ വീട്ടിൽ എന്തോ പൂജയ്ക്കും കർമ്മങ്ങൾക്കുമൊക്കെ ആയിട്ട് അവിടെയുള്ള കുറച്ചു പേരൊക്കെ വന്നിട്ടുണ്ട്. അയാളുടെ മരണത്തെപ്പറ്റി സംസാരിക്കുവാണ്. അവിടെ ഇതിൽ പങ്കെടുക്കാനായി സുലേഖയുമുണ്ട്. അവളുടെ കൂട്ടത്തിലെ ഒരു ലേഡി. അല്ല, നിന്റെ ഭർത്താവ് ആ കിളിയെ പിടിക്കാൻ പോയ ശേഷമാണ് ഇങ്ങനെ കിടപ്പിലായത് എന്നാണ് എല്ലാവരും പറയുന്നത്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അതൊന്നുമല്ല, അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നതാണ്. സുലേഖ മുഖത്ത് പോലും നോക്കാതെ മറുപടി പറഞ്ഞു. പുറത്തേക്ക് എല്ലാവർക്കും ചായ കൊടുക്കാൻ പോയ സുലേഖ ഇബുങ്ങിന്റെ അടുത്ത് എത്തിയപ്പോൾ അവന്റെ അടുത്ത് തൊട്ട് താഴെ അതാ നേരത്തെ അവൻ അപ്പൂപ്പൻ കൊടുത്ത ആ കിളിയുടെ ടോയ്. ഇത് നിന്റെയാണോ? അതെ, എന്റെ പോക്കറ്റിൽ നിന്ന് വീണതായിരിക്കും എന്നും പറഞ്ഞ് അവൻ അത് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. പിന്നീട് വീണ്ടും ആ ഏലത്തോട്ടം കാണിക്കുവാണ്. ആരോ ഒരാൾ അവിടെ മരിച്ചിട്ടുണ്ട്. അവിടെ അടക്കാനുള്ള ഒരു കുഴിയും എടുത്തിട്ടിട്ടുണ്ട്. അതാ വീണ്ടും അവൻ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. സത്യത്തിൽ ഇതും അവൻ കണ്ട ഒരു സ്വപ്നമായിരുന്നു. ഇപ്പം ആണെങ്കിൽ പേടിച്ച് താൻ കണ്ട സ്വപ്നത്തെപ്പറ്റി അവൻ അമ്മുമ്മയോട് പറഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ മുതിർന്നവർ പറയുന്നത് കേൾക്കണമെന്ന്. ഇനി നീ ശൂളം അടിക്കുന്നത് നിർത്തിക്കോണം. ഈ 2 സ്വപ്നങ്ങളും കണ്ട് കിളി പോയ ഇബുങ് ആണെങ്കിൽ അമ്മുമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട്, അമ്മുമ്മ സോറി, ഇനി ഞാൻ ശൂളം അടിക്കില്ല, അമ്മുമ്മ പറയുന്നത് പോലെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. ശരി, നീ ഇന്ന് അപ്പൂപ്പൻ്റെ കൂടെ പന്തയത്തിന് പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. എങ്കിൽ വേഗം പോയി കുളിച്ചിട്ട് വാ, അപ്പൂപ്പൻ റെഡിയാകുവാണ്. ഇവിടെ സുലേഖ കൂട്ടിൽ കിടന്ന ഒരു കിളിയെ എടുത്ത് അതിന്റെ കഴുതൽ കത്തി വെച്ചിട്ട് മര്യാദയ്ക്ക് എന്റെ ഭർത്താവിനെ പഴയതുപോലെ ആക്കി തന്നു എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് തിരികെ അതിനെ കൂട്ടിലേക്ക് തന്നെ ഇട്ടു. അവിടെ പന്തയം നടക്കുന്ന സ്ഥലത്ത് പോയി ഇബുൺ മത്സരത്തിൽ പങ്കെടുക്കാൻ പേര് രജിസ്റ്റർ ചെയ്യുവാണ്. അവിടെ വെച്ച് ഇബുങ്ങിന്റെ അപ്പൂപ്പൻ തന്റെ സഹോദരനായ അലിയെ കാണുവാണ്. അവർ 2 പേരും ആ ഗ്രാമത്തിലെ തുടർച്ചയായ മരണത്തെപ്പറ്റിയും പിന്നെ ആളുകളുടെ മിസ്സിങ്ങിനെ പറ്റിയും സംസാരിക്കുവാണ്. അലിക്ക് അത്യാവശ്യം ചെപ്പടി വിദ്യകളും പിന്നെ ഈ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്നവർക്ക് എതിരെയുമുള്ള ഒരാളാണ്. ഇവിടെ സുലേഖ ഒരു പക്ഷിയെ കൊന്നിട്ട് തീയിൽ വെച്ച് എന്തൊക്കെയോ കൂടോത്രമൊക്കെ ചെയ്യുന്നുണ്ട്. അവർ ചിന്തിക്കുന്നത് ഇതിലൂടെ ഒക്കെ തന്റെ ഭർത്താവിനെ പഴയ പോലെ ആക്കി എടുക്കാൻ പറ്റുമെന്നാണ് കേട്ടോ. ഇബുങ്ങിന്റെ അമ്മുമ്മ പുറത്ത് എന്തോ സൗണ്ട് കേട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി നോക്കി. അവർ സംശയം തോന്നി കിണറ്റിലേക്ക് നോക്കിയതും അതിൽ ഒന്നുമില്ല. പക്ഷേ പെട്ടെന്നാണ് ഇബുങ്ങും അപ്പൂപ്പനും അങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ അവിടെ എങ്ങും ആരുമില്ലായിരുന്നു. ദേഷ്യം വന്ന അമ്മുമ്മ ഇനിയും എന്റെ ജീവൻ ഇങ്ങനെ പണയം വെക്കാൻ എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് അപ്പൂപ്പനോട് ചൂടാകുവാണ്. എന്നിട്ട് അപ്പൂപ്പൻ അറിയാതെ അവിടെയുള്ള അവരുടെ അലമാരിയിൽ നിന്ന് ഒരു ബോക്സ് എടുത്ത് അത് തുറന്ന് അതിനകത്ത് വെച്ചിരുന്ന ഒരു ഗോൾഡൻ കളർ മുട്ട പോലുള്ള ഒരു സാധനം അതെടുത്ത് നദിയിൽ ഒഴുക്കി വിട്ടു. ഇനി ഒരിക്കലും തിരിച്ചു വരരുത്, ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്നും പറഞ്ഞാണ് അവർ അത് ചെയ്തത് കേട്ടോ. കളിച്ച് പ്രേതം സ്വന്തം വീട്ടിലും കയറി കളിച്ചതുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാകൂ എന്ന് മനസ്സിലാക്കി അയാൾ തന്റെ സഹോദരനായ അലിയെ കാണാൻ പോയി. ശേഷം നടന്ന സംഭവം പറഞ്ഞു. അങ്ങനെ നമ്മുടെ അലി ഈ പ്രേതങ്ങളുടെ ലോകത്തേക്ക് ഒന്ന് പോകുവാണ്. അതായത് നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഒരു ഏലത്തോട്ടത്തിലേക്ക്. തന്റെ ആ ഒരു ദിവ്യശക്തി വെച്ച് പോകുവാണല്ലേ. അവിടെ വെച്ച് അയാൾ ആ ഒരു പ്രേതത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതായത് ഈ പ്രേതങ്ങളുടെ ലോകത്ത് പെട്ടുപോകുന്നവർ പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അവിടെ ഒരു റീപ്ലേസ്മെന്റ് നടക്കണം. അതായത് പകരം മറ്റൊരാൾ അവിടെ എത്തിച്ചേരണം. നമ്മുടെ സുലൈമാനാണെങ്കിൽ അവിടെ പെട്ടുകിടക്കുവാണ്. അവന് അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മറ്റൊരാൾ അവിടെ എത്തണം. ഇതാണ് അവിടെ നടക്കുന്ന ഒരു പ്രതിഭാസം. അടുത്ത ദിവസം സ്കൂൾ അസംബ്ലിയിൽ വെച്ച് ഇബുങ്ങിന്റെ വായിൽ നിന്ന് ബ്ലഡ് വരുന്നത് അവൻ ശ്രദ്ധിച്ചു. പെട്ടെന്ന് മുൻപിൽ നിന്ന് PT സാർ ഒരു പ്രേതമായി മാറി. ഇബുങ് ഇത് കണ്ട് പേടിച്ചോടി. പക്ഷെ അത് അവന് മാത്രമേ ഫീൽ ചെയ്തുള്ളൂ. ഇബുങ് മുഖം കഴുകാനായി ബാത്റൂമിലേക്ക് കയറിയതും അത് പെട്ടെന്ന് മറ്റൊരു സ്ഥലമായി മാറി. അത് അവിടെ സുലൈമാൻ. ഞെട്ടിപ്പിടഞ്ഞ് ഇബുങ് നോക്കുമ്പോൾ അതാ താൻ ക്ലാസ് റൂമിൽ. സത്യത്തിൽ ഇതൊക്കെ സ്വപ്നമാണോ അതോ സത്യമാണോ എന്ന് അറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു അവൻ. അവൻ നേരെ ക്ലാസ്സിൽ നിന്നിറങ്ങി വാഷ്റൂമിൽ പോയി മുഖം കഴുകി. അപ്പോൾ അതാ ബാത്റൂമിന്റെ ഡോർ തനിയെ അടഞ്ഞു. അവൻ പേടിച്ച് പതുക്കെ ഡോർ തുറക്കാൻ പോയതും പെട്ടെന്ന് പിറകിൽ നിന്ന് ഇബുങ്ങിന്റെ കൂട്ടുകാരൻ അവനെ വന്ന് പേടിപ്പിച്ചു. ദേഷ്യം വന്ന ഇബുങ് അവനെ വഴക്ക് പറഞ്ഞു. കാരണം അവൻ നല്ല ഒന്നാന്തരമായിട്ട് പേടിച്ചിരുന്നു. കൂട്ടുകാരൻ ഇബുങ്ങിന്റെ ആ പക്ഷിയുടെ ടോയില്ലേ അത് അവന് തിരികെ കൊടുത്തു. ഇതെങ്ങനെ നിന്റെ കയ്യിൽ വന്നു? നീ എന്നെ നേരത്തെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ശരി, ഓക്കെ, വാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് ഇബുങ് കൂട്ടുകാരനെ വിളിച്ചു പോകാൻ തുടങ്ങിയതും അതാ ഇവിടെ ഇബുങ്ങിന്റെ അപ്പൂപ്പൻ അലമാരയിലെ ആ ബോക്സ് നോക്കുവാണ് കേട്ടോ. നോക്കുമ്പോൾ ആ ഗോൾഡൻ കളർ മുട്ട പോലുള്ള സാധനം കാണുന്നില്ല. നീ അത് എടുത്തായിരുന്നോ? ഞാൻ അത് നദിയിൽ കൊണ്ട് ഒഴുക്കി കളഞ്ഞു. ദേഷ്യം വന്ന അയാൾ അത് എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അമ്മമ്മയ്ക്ക് 2 ചീത്തയും കൊടുത്ത് അവിടുന്ന് ഇറങ്ങിപ്പോയി. അതൊക്കെ കഴിഞ്ഞ് വഴിയിൽ നിൽക്കുവാണ് ഇബുങ്. അപ്പോഴാണ് ഒരു വണ്ടിയിൽ കുറച്ചു പേർ അങ്ങോട്ടേക്ക് വന്നിട്ട് അവനോട് മിർക്കുന്റെ വീട് അറിയാമോ എന്ന് ചോദിക്കുന്നത്. ഈ മിർക്കുനാണ് കേട്ടോ ഇബുങ്ങിന്റെ അപ്പൂപ്പൻ. അതെന്റെ അപ്പൂപ്പനാണ്. ആണോ? എങ്കിൽ നീ ഞങ്ങളുടെ കൂടെ കയറിക്കൂ എന്ന് അവർ പറഞ്ഞു.
അവൻ അതിൽ കയറി കുറച്ച് പോയപ്പോഴേക്കും അതിലുള്ള എല്ലാവരും അവന് പ്രേതത്തെ പോലെ തോന്നി. അവൻ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് റോഡിലേക്ക് ഒരൊറ്റ ചാട്ടം. ചാടിയ കൂട്ടത്തിൽ ആ കിളിയുടെ ടോയ് പിന്നെയും അവന്റെ പോക്കറ്റിൽ നിന്നും അവൻ അറിയാതെ താഴേക്ക് വീണു. അവൻ ആകെ പേടിച്ച് ഓടി വന്ന അമ്മുമ്മയോട്, അമ്മുമ്മ എന്നെ ഏതോ പിശാച് ഫോളോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൻ അമ്മുമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇല്ല മോനെ, നീ വിഷമിക്കേണ്ട, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അമ്മുമ്മ അവനെ ആശ്വസിപ്പിച്ചു. ഇവിടെ സുലേഖയ്ക്ക് ഇബുങ്ങിന്റെ കയ്യിൽ നിന്നും നഷ്ടമായ ആ ടോയ് കിട്ടുവാണ്. അവൾക്കത് ഇബുങ്ങിന്റെ ആണെന്ന് മനസ്സിലായി. കാരണം അന്ന് ആ മരണ വീട്ടിൽ വെച്ച് അവളാണല്ലോ തറയിൽ വീണ് കിടന്ന ആ ടോയ് അവനെടുത്ത് കൊടുത്തത്. അങ്ങനെ സുലേഖ ഇബുങ്ങിന്റെ വീട്ടിലേക്ക് വന്നു. മോനെ, നിന്റെ അമ്മുമ്മയുടെ കണ്ടെയ്നർ എന്റെ കയ്യിലായിപ്പോയി, അത് തിരികെ നൽകാൻ വന്നതാണ്. നിനക്ക് എന്താ, സുഖമില്ലേ? അതെ, എനിക്ക് സുഖമില്ല. ശരി, ഞാൻ ഒരു മരുന്ന് തരാം, നീ ഇത് കഴിക്ക്, പെട്ടെന്ന് മാറും. ഇബുങ് അത് വാങ്ങി കഴിച്ചതും അവന് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത തോന്നി. അതൊക്കെ കഴിഞ്ഞ് ഇബുങ്ങിന്റെ അപ്പൂപ്പൻ നേരെ സുലൈമാന്റെ വീട്ടിലേക്ക് വരുവാണ്. കാരണം സുലൈമാനും ഭാര്യയും കൂടി എന്തൊക്കെയോ ബ്ലാക്ക് മാജിക് ചെയ്യുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. സത്യം പറയും, നീ ഇബുങ്ങിനെ എന്താ ചെയ്തത്? അയാൾ അവരെ നല്ല ഒന്നാന്തരമായിട്ട് ശപിച്ചിട്ടങ്ങ് പോയി. എന്തായാലും തന്റെ കൊച്ചുമകനെ രക്ഷിക്കാൻ ഇനി അലി വിചാരിച്ചാലേ പറ്റുള്ളൂ. അതെ, അതുകൊണ്ട് അയാൾ അലിയുടെ അടുത്തേക്ക് പോയി. അങ്ങനെ രണ്ടുപേരും കൂടി ആ ഏലത്തോട്ടത്തിലേക്ക് പോവുകയാണ്. അലി ഇബുങ്ങിന്റെ അപ്പൂപ്പന്റെ കയ്യിൽ ഒരു ദണ്ട് കൊടുത്തിട്ട് അയാളെയും ആ ഒരു പ്രേത ലോകത്തേക്ക് പറഞ്ഞു വിടുവാണ്. എങ്ങനെയെങ്കിലും ഇബുങ്ങിനെ കണ്ടുപിടിക്കാനായിട്ട്. സുലൈഖയുടെ കൂടോത്രം കൂടി ആയപ്പോൾ ഇബുങ് ഇപ്പോൾ പ്രേത ലോകത്ത് എങ്ങോട്ടെന്നില്ലാതെ അലയുവാണ്. പെട്ടെന്ന് അവൻ തന്റെ അപ്പൂപ്പനെ കണ്ടു. അവൻ അയാളുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പേ ശരിക്കുമുള്ള അവന്റെ അപ്പൂപ്പൻ അവനെ പിടിച്ചുകൊണ്ട് ഓടി. എന്നാൽ അവൻ ഓടി ഏലത്തോട്ടത്തിന്റെ അടുത്തെത്തിയപ്പോഴേക്കും ആ പ്രേതവും അവരുടെ തൊട്ടടുത്തെത്തിയിരുന്നു. പക്ഷെ ആ ഒരു ബഹളത്തിനിടയ്ക്ക് രണ്ടുപേരും രണ്ട് വഴിക്കായി. അവർ രണ്ടുപേരും ആ കാട്ടിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ച് നടക്കുവാണ്. അവനാണെങ്കിൽ അതിന്റെ ഇടയ്ക്കൊക്കെ കുറെ പ്രേതങ്ങളൊക്കെ കാണുന്നുണ്ട്. പെട്ടെന്ന് ഒരു പ്രേതം പിറകിൽ നിന്ന് വന്ന് അവന്റെ കഴുത്തിൽ പിടിച്ചു. പെട്ടെന്ന് അതിനെ പിറകിൽ നിന്ന് വന്ന ഒറ്റക്കുത്ത്. അത് മറ്റാരുമല്ലായിരുന്നു, ഇബുങ്ങിന്റെ അപ്പൂപ്പനായിരുന്നു. പക്ഷേ ഇബുങ് രക്ഷപ്പെട്ടെങ്കിൽ അപ്പൂപ്പനും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഓടി ഓടി പിന്നെയും ഇബുങ് വന്നത് കുറെ പ്രേതങ്ങളുടെ ഇടയ്ക്കാണ്. അവറ്റകളെല്ലാം കൂടി അവനെ വളഞ്ഞതും കുറെ പക്ഷികൾ അങ്ങോട്ടേക്ക് വന്നു. ആ പക്ഷികൾ വന്നതോടെ ആ പ്രേതങ്ങൾക്ക് ഇബുങ്ങിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും അലിയും അവിടെ എത്തിയിരുന്നു. അലി ഇബുങ്ങിനെയും കൊണ്ട് രക്ഷപ്പെട്ടു. അടുത്ത ദിവസം രാവിലെ സുലൈമാനെ കണ്ടിട്ട് തൊട്ടടുത്തുള്ള ഒരാൾ, ആഹാ, അസുഖമൊക്കെ മാറി എഴുന്നേറ്റല്ലോ എന്നൊക്കെ പറയുവാണ്. അതെ, സുലൈമാൻ പഴയ പോലെ ആയിരിക്കുവാണ്. സുലൈഖയും വളരെ ഹാപ്പി ആയിട്ട് അവിടെ തന്നെയുണ്ട്. പക്ഷെ ഇവിടെ അപ്പൂപ്പൻ തിരികെ വരാത്തത് കൊണ്ട് വളരെ വിഷമത്തിലിരിക്കുവാണ് ഇബുങ്ങും അമ്മുമ്മയും. പെട്ടെന്ന് അതാ പുറത്ത് തുണി വിരിച്ചുകൊണ്ടിരുന്ന സുലൈഖയെ അടുത്തുള്ള പൊന്തക്കാട്ടിൽ നിന്ന് ആരോ വാച്ച് ചെയ്യുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് വീട്ടിനുള്ളിലേക്ക് പോയി സുലൈമാൻ മുകളിൽ തൂക്കിയിട്ടിരുന്ന കൂടെടുത്ത് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. അതിനുള്ളിൽ അതാ അവന്റെ ഭാര്യ സുലൈഖയുടെ വെട്ടിമാറ്റിയ തല. പേടിച്ച് വിറച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങി ഒറ്റ ഓട്ടം. ഇതൊക്കെ കണ്ടുകൊണ്ട് അലിയും അവിടെയൊക്കെ തന്നെയുണ്ട്. സിനിമയുടെ അവസാനം ഇബുങ്ങിന്റെ അപ്പൂപ്പൻ തിരിച്ചു വരുന്നത് കാണിച്ചുകൊണ്ടാണ് മൂവി അവസാനിക്കുന്നത്.